വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. ലോകം മുഴുവൻ അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ വചനം സ്വീകരിച്ച് അത് ഹൃദയത്തിൽ വേരുറച്ച് ജീവിതത്തിൽ പകർത്തുവാൻ അനുഗ്രഹിക്കണമേ. ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലോ വ്യക്തിജീവിതത്തിലോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിമിഷം തന്നെ എടുത്തു മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ. ഹൃദയം തുറന്ന് അങ്ങയെ ശ്രവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. യേശുനാമത്തിൻ്റെ ശക്തിയും അവിടുത്തെ വചനത്തിൻ്റെ കരുത്തും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വെളിപ്പെടട്ടെ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഹമാരെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ സമയം മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു വചനഭാഗം ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്തു തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുൻപ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി, സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെ എന്ന് അവർ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു. പ്രിയമുള്ളവരെ, അന്ധനായ മനുഷ്യന് യേശു കാഴ്ച നൽകുന്നതാണല്ലോ വചനഭാഗം. ജന്മന അന്ധനായ ഒരു വ്യക്തിയെ യേശു വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് കരം പിടിച്ച് നടത്തുന്ന ഏറെ മനോഹരമായ ഒരു അനുഭവം. ഇവിടെ ഈ മനുഷ്യനെ കാണുമ്പോൾ ശിഷ്യന്മാർ ഉയർത്തുന്ന ചോദ്യം, ഇവൻ എന്തുകൊണ്ടാണ് അന്ധനായി ജനിച്ചത്? ഇത്ര വലിയ ഒരു കഷ്ടതയിലൂടെ, ഇത്ര വലിയ ഒരു വേദനയിലൂടെ ഇവൻ കടന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ്? അത് ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപമാണോ, അതോ ഇവൻ തന്നെ ചില തിന്മകളിലൂടെ കടന്നുപോയതിൻ്റെ ഫലമാണോ? പ്രിയമുള്ളവരെ, ശിഷ്യന്മാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ യേശു കൊടുക്കുന്ന മറുപടി അത് നാം ഓരോരുത്തരും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. ഏറെ പ്രധാനപ്പെട്ട വളരെ മനോഹരമായ ഒരു കാര്യം യേശു ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില തകർച്ചകൾ കടന്നു വരുമ്പോൾ, ചില
വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചുറ്റുമുള്ളവർ നമ്മെ നോക്കി പറയും, ഇത് സംഭവിച്ചത് ചില തിന്മകളുടെ ഫലമായാണ്. നാം തന്നെ ചിന്തിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്, ഞാൻ ഇപ്രകാരം പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഉറപ്പായും പാപത്തിന് അതിൻ്റേതായ പരിണിത ഫലങ്ങളുണ്ട്. തിന്മ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾ ഉറപ്പായും അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇവിടെ യേശു പറയുന്ന കാര്യം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചില വേദനകൾ, ചില കഷ്ടതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിവാകേണ്ടതിനാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിവാകണമെങ്കിൽ, ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ, അതിനായി നമ്മുടെ ഹൃദയം തമ്പുരാന് നൽകണം. നമ്മുടെ ജീവിതം മുഴുവൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നൽകണം. ഇവിടെ ഈ മനുഷ്യൻ പ്രത്യേക പ്രാർത്ഥനകളൊന്നും യേശുവിൻ്റെ മുൻപിൽ നടത്തുന്നത് നമ്മൾ കാണുന്നില്ല. എങ്കിലും യേശു അവന് സൗഖ്യം നൽകുകയാണ്. തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പുരട്ടി എന്നാണ് പറയുക. ഒരുപക്ഷെ ഉൽപ്പത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ 2-ാം അധ്യായം 7-ാം തിരുവചനം നമ്മോട് പറയുന്നതും അതുതന്നെയാണല്ലോ. ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് രൂപപ്പെടുത്തി. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ദൈവം തൻ്റെ കരം വെച്ച് അനുഗ്രഹിക്കുകയാണ്. മണ്ണുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവം അവനെ രൂപപ്പെടുത്തുകയാണ്. നഷ്ടപ്പെട്ടു പോയ കാഴ്ച അവന് തിരികെ ലഭിക്കുന്നു. പ്രത്യേകമായ അഭ്യർത്ഥനകളൊന്നും പ്രാർത്ഥനകളൊന്നും യേശുവിൻ്റെ മുൻപിൽ ഈ വ്യക്തി നടത്തുന്നില്ലെങ്കിൽ കൂടി വലിയ ഒരു അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. പിന്നീട് തുടർന്ന് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ചുറ്റും നിന്ന മനുഷ്യരെല്ലാം ഇതറിഞ്ഞ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഫരിസേയരും യഹൂദരും എപ്രകാരമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, സംസാരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, ഇതൊരു അത്ഭുതമായി അംഗീകരിക്കാനോ യേശു ദൈവമാണെന്ന് ഏറ്റുപറയാനോ അവരിൽ ഒരുവൻ പോലും തയ്യാറാകുന്നില്ല. മറിച്ച് പല ന്യായീകരണങ്ങൾക്കും അവർ മുതിരുകയാണ്. ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് ഈ മനുഷ്യനോട് ചോദിക്കുന്നു. അവൻ്റെ മാതാപിതാക്കളെ വിളിച്ച് ചോദിക്കുന്നു. മാതാപിതാക്കളോട് ഇങ്ങനെയാണ് അവർ ആരായുക, ജന്മന അന്ധനായി നിങ്ങൾക്കുണ്ടായിരുന്ന മകൻ ഇവൻ തന്നെയല്ലേ? അവർ പറയും, അതെ. എങ്ങനെയാണ് അവൻ കാഴ്ച ഉള്ളവനായി മാറിയത്? അപ്പോൾ ആ മാതാപിതാക്കന്മാർ പറയുന്നത്, അത് അറിയില്ല, അവൻ പ്രായമായവനാണ്, അവനോട് തന്നെ ചോദിക്കുക. പ്രിയമുള്ളവരെ, ഇവരെ ഭയന്നിട്ടാണ് ആ മാതാപിതാക്കൾ അപ്രകാരം ഒരു മറുപടി നൽകുക. യേശുവിനെതിരെ നിൽക്കുന്ന ഒരു ജനം, ഇത്ര വലിയ ഒരു അത്ഭുതം തങ്ങളുടെ കൺമുൻപിൽ നിന്നിട്ടും ഹൃദയം തുറക്കാൻ കഴിയാതെ പോയ ഒരു കൂട്ടം മനുഷ്യർ. ഈ വ്യക്തിയുടെ കണ്ണുകൾ യേശു തുറന്നു. അത് ശാരീരികമായ ഒരു അന്ധതയുടെ മാത്രം കാര്യമല്ല, മറിച്ച് യേശു ആ മനുഷ്യൻ്റെ ഹൃദയം തുറക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ എപ്രകാരമാണ് ആ മനുഷ്യൻ യേശുവിനെ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 35 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരമാണ് പറയുക. അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടുകഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്, എത്ര മനോഹരമായ ഒരു വചനഭാഗമാണ്. കാഴ്ചയില്ലാതിരുന്ന ഈ മനുഷ്യൻ യേശു ഞാനാണ് ദൈവം എന്ന് പറയുമ്പോൾ അവൻ്റെ മുൻപിൽ താണു വണങ്ങി ആരാധിക്കുന്നതാണ് വചനം പങ്കുവെക്കുക. പ്രിയമുള്ളവരെ, പക്ഷേ മറ്റുള്ള മനുഷ്യർ, യഹൂദരും ഫരിസേയരും ഒരു തരത്തിലും യേശുവിനെ അംഗീകരിക്കാതെ ന്യായീകരണങ്ങളും തർക്കങ്ങളുമായി മുൻപോട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള ഒരു സമൂഹം ഇന്നും നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. ഹൃദയം തുറക്കാൻ കഴിയാത്ത വ്യക്തികൾ. ഒരുപക്ഷെ നമ്മൾ ഇൻ്റർനെറ്റിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ കാലഘട്ടത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവമില്ല എന്ന് പറയുന്ന മനുഷ്യരുടെ സാന്നിധ്യമാണ്. അവിടെയെല്ലാം ഈ വ്യക്തികൾ പറഞ്ഞു വെക്കുന്നത്
തെളിയിക്കാൻ ശ്രമിക്കുന്നത് ദൈവം ഇല്ല എന്നുള്ളതാണ്. പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി, പല കഷ്ടതകളും വേദനകളും ഒക്കെ എടുത്തു പറഞ്ഞ് ദൈവം ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇന്നും നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരെല്ലാം ഈ പറഞ്ഞ ആളുകൾക്ക് തുല്യരാണ്. ഒരു തരത്തിലും ദൈവത്തിനു വേണ്ടി ഹൃദയം തുറക്കാത്ത വ്യക്തികൾ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൽ നമ്മൾ ഇവരുമായി യേശു സംവദിക്കുന്നത് കാണുന്നുണ്ട്. ഫരിസേയരും യഹൂദരുമൊക്കെയായി യേശു സംസാരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 6-ാം തിരുവചനം, വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായം 6-ാം തിരുവചനം. ഈ മനുഷ്യർ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരെയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോഴും ഹൃദയം കൊണ്ട് അവിടുത്തെ ആരാധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഹൃദയം ദൈവത്തിന് വേണ്ടി തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരു തരത്തിലും നമുക്ക് അനുഗ്രഹം സ്വീകരിക്കാനോ അവിടുത്തെ കൃപ സ്വന്തമാക്കാനോ സാധിക്കില്ല. ഈ മനുഷ്യന്റെ കണ്ണുകൾ തുറന്നതിനൊപ്പം തമ്പുരാൻ അവന്റെ ഹൃദയവും തുറന്നു. അതിന് യേശുവിനെ ആ മനുഷ്യൻ അനുവദിച്ചു എന്നുള്ളതാണ് സത്യം. ഒരു പക്ഷേ പിശാച്, തിന്മയുടെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് ബലമായി കടന്നു വരും. എന്നാൽ യേശു ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് ബലമായി കടന്നു വരില്ല. നമ്മൾ ഹൃദയം തുറക്കുന്നെങ്കിൽ മാത്രമേ അവിടുന്ന് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുകയുള്ളൂ. അതാണല്ലോ വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം തിരുവചനം നമ്മോട് പറയുക. അവിടെ ദൈവം ഇപ്രകാരമാണ് സൂചിപ്പിക്കുക: ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുള്ള ഒരു ചിത്രമുണ്ടല്ലോ, യേശു വാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്ന, അവിടെ കാത്തു നിൽക്കുന്ന ചിത്രം. പ്രിയമുള്ളവരെ, ആ വാതിൽ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലാണ്. അത് തുറക്കുന്നെങ്കിൽ മാത്രമേ തമ്പുരാൻ ഉള്ളിലേക്ക് വരികയുള്ളൂ. ഇവിടെ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്. യേശു പറയുന്ന വചനം 39-ാം തിരുവചനം: കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ധാരണ, പലരുടെയും ധാരണ, നമുക്ക് വ്യക്തമായ കാഴ്ചയുണ്ട് എന്നതാണ്. പക്ഷേ ദൈവം നമ്മോട് സൂചിപ്പിക്കുന്നു, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ദൈവം പറയുന്നു, നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കണം. ശരിയായ കാഴ്ച നമുക്കുണ്ടോ? പ്രിയമുള്ളവരെ, ഹൃദയം തുറക്കുമ്പോഴാണ് നമുക്ക് ശരിയായ കാഴ്ച ലഭിക്കുക. ചിലപ്പോഴൊക്കെ ഇവിടെ ധ്യാനത്തിനായിട്ട് വരുന്ന വ്യക്തികൾ ഞങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്നൊരു കാര്യമുണ്ട്: അച്ഛാ, ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ചില വ്യക്തികൾ വന്ന് പറയും, ചെറിയ വചനങ്ങളാണെങ്കിൽ കൂടി, എളുപ്പത്തിൽ മനസ്സിലാകും എന്ന് കരുതുന്നതാണെങ്കിൽ കൂടി, അതുപോലും മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹൃദയം നമ്മൾ അടച്ചു കളയുന്നു. ദൈവം കൃപ ചൊരിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളുമായി, മറ്റു ചില ആകുലതകളുമായി ദൈവത്തിന് നേരെ ഹൃദയം നമ്മൾ അടയ്ക്കുന്നു. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ഒരിക്കലും തമ്പുരാന്റെ സ്വരം ശ്രവിക്കാൻ, കാഴ്ച നൽകാൻ കാത്തു നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. എസെക്കിയേലിന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം തിരുവചനം പലയാവർത്തി നമ്മൾ ശ്രവിച്ചിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള ഒരു വചനമാണ്. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. അതിനു മുൻപ് 25-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിലും നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിലും നിന്ന് നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ശുദ്ധജലം തളിക്കാനായി ദൈവം കാത്തു നിൽക്കുന്നു. പുതിയ ഹൃദയം നൽകാനായി തമ്പുരാൻ കാത്തു നിൽക്കുന്നു. പ്രിയമുള്ളവരെ,
അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതായത് കാഴ്ച നൽകാൻ, നമ്മുടെ ഹൃദയം തുറന്ന് അവിടുത്തെ ആരാധിക്കാനുള്ള കൃപ നൽകാൻ നമ്മൾ ദൈവത്തെ അനുവദിക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 16-ാം അധ്യായത്തിൽ 11 മുതലുള്ള തിരുവചനം, അത് വളരെ മനോഹരമായ ഒരു വചനഭാഗമാണ്. പൗലോസ്ലീഹ ഫിലിപ്പിയിൽ പ്രസംഗിക്കുകയാണ്, വചനം പങ്കുവെക്കുകയാണ്. ഒരുപാട് ആളുകൾ പൗലോസിനെ ശ്രവിക്കുന്നുണ്ട്. എല്ലാവരും പൗലോസ് പറയുന്ന കാര്യങ്ങൾ ഏറെ ആകാംക്ഷയോടുകൂടി കേട്ടിരിക്കുന്നു. പക്ഷേ ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച്, ഒരു സ്ത്രീയെക്കുറിച്ച് വചനം പറയുന്നു. 16-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലീദിയ എന്ന സ്ത്രീയുമുണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച അവൾ ഞങ്ങളോട് പറഞ്ഞു, കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ ഗണിക്കുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഭവനത്തിൽ വന്നു താമസിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ അവൾക്ക് വഴങ്ങി. ഇതാണ് ആ വചനഭാഗം. ഒരുപാട് പേർ വചനം ശ്രവിക്കുന്നു. പക്ഷേ ഈ ഒരു പ്രത്യേക വ്യക്തിയുടെ, ഈ സ്ത്രീയുടെ ഹൃദയം ദൈവം തുറന്നു എന്നാണ് അവിടെ പറയുക. ഇത് ഏറെ അനിവാര്യമായ, ആവശ്യമുള്ള ഒരു കാര്യമാണ്. ആ സ്ത്രീയും ദൈവഭക്തയായിരുന്നു. പ്രിയമുള്ളവരെ, വെറുതെ ഉള്ള ഭക്തി കൊണ്ട് മാത്രം കാര്യമില്ല. പുറമേ ഉള്ള ഭക്തി കൊണ്ട് മാത്രം നമുക്ക് അനുഗ്രഹം ലഭ്യമാകില്ല. മറിച്ച് തമ്പുരാൻ നമ്മുടെ ഹൃദയം തുറക്കുന്ന ഒരു നിമിഷം കടന്നു വരണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 26-ാം തിരുവചനം. അവിടെ ദൈവം ഇപ്രകാരമാണ് പറയുക, മകനെ, ഞാൻ പറയുന്നത് ഹൃദയപൂർവം കേൾക്കുക, എൻ്റെ മാർഗം അനുവർത്തിക്കുക. ഹൃദയപൂർവം കേൾക്കുക, എൻ്റെ മാർഗം അനുവർത്തിക്കുക. ഹൃദയമില്ലാതെ ദൈവത്തെ കേൾക്കാൻ ശ്രമിച്ചിട്ട്, ഹൃദയമില്ലാതെ ദൈവത്തെ അനുഭവിക്കാൻ ശ്രമിച്ചിട്ട് പ്രിയമുള്ളവരെ യാതൊരു കാര്യവുമില്ല എന്ന് തന്നെയാണ് വചനം പറയുക. ഇവിടെ ലീദിയ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് ലഭിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച് തമ്പുരാനിൽ വേരുറയ്ക്കാൻ അവൾക്ക് കഴിഞ്ഞു. പൗലോസും മറ്റുള്ളവരും അന്ന് അവളുടെ ഭവനത്തിൽ വസിച്ചു. അപ്പസ്തോലന്റെ സാന്നിധ്യം വഴി, ദൈവ സാന്നിധ്യം വഴി അവൾ അനുഗ്രഹിക്കപ്പെട്ടു. ഇതൊക്കെ സംഭവിക്കുന്നത് ദൈവം ഹൃദയം തുറക്കുമ്പോഴാണ്. ഒരു പക്ഷേ അത് നമുക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമല്ല. ഹൃദയം തുറന്ന് വചനം കേൾക്കാൻ, ഹൃദയം തുറന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തമ്പുരാൻ നമ്മുടെ മേൽ കൃപ ചൊരിയണം. നമ്മെ പൂർണ്ണമായും അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണത്. പഴയ നിയമത്തിൽ സാമുവേലിൻ്റെ 1-ാം പുസ്തകം, സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഹന്നായുടെ ജീവിതാനുഭവമാണല്ലോ. പല ആവർത്തി നമ്മൾ ധ്യാനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്. ഹന്നായുടെ ജീവിതത്തിൽ അവൾക്കുണ്ടായിരുന്ന ദുഃഖം നമുക്കറിയാം. മക്കളില്ലാതിരുന്ന ഒരു സ്ത്രീ. അവൾ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. 10-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയും, അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. നോക്കുക, എത്ര മനോഹരമായ ഒരു വചനമാണ്. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിലേക്ക് ഒരു പക്ഷേ ഓരോ ദിവസവും കടന്നു ചെല്ലുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ദേവാലയത്തിൽ ചെന്ന് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരാണ് നമ്മൾ പലരും. ഹൃദയം നൊന്ത് കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് പ്രിയമുള്ളവരെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഹന്നായുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും വലിയ ഒരു അത്ഭുതമാണല്ലോ. കാരണം അവൾ ഇപ്രകാരം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏലി എന്ന് പറയുന്ന പുരോഹിതൻ അവിടെയുണ്ട്. അദ്ദേഹം വന്ന് ഇവളെ ശ്രദ്ധിക്കും. ആ മനുഷ്യൻ കരുതുന്നത് ഇവൾ വീഞ്ഞു കുടിച്ച് ലഹരിയിലായിരിക്കുകയാണ് എന്നാണ്. ദേവാലയം പരിശുദ്ധമായ സ്ഥലമാണ്. ദൈവ സാന്നിധ്യമുള്ളയിടത്ത് ഇങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് സംസാരിക്കുന്ന ആ പുരോഹിതനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ സ്ത്രീ പറയുന്ന മറുപടി ഇപ്രകാരമാണ്,
എൻ്റെ ഗുരു അങ്ങനെയല്ല. വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. അത് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് ഐ വാസ് പോറിങ് ഔട്ട് മൈ സോൾ ബിഫോർ ദ ലോർഡ്. എൻ്റെ ആത്മാവിനെ ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ ചൊരിയുകയായിരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ദൈവം അനുഗ്രഹിക്കാനായി കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുക, ഹൃദയം തമ്പുരാന്റെ മുൻപിൽ ചൊരിയുക എന്നുള്ളത്. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ ദൈവം പറയുന്നു, സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും. ഇതാണ് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം ഈ നിമിഷം നൽകുന്ന വാഗ്ദാനം. നമ്മൾ ആദ്യം വായിച്ച യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിലെ ആ വചനഭാഗം, അവിടെ ആ മനുഷ്യൻ ജനിച്ച നാൾ മുതൽ അന്ധനാണ്. ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയാതെ, ചുറ്റുമുള്ളവരെ തിരിച്ചറിയാൻ കഴിയാതെ ജീവിച്ചൊരു വ്യക്തി. അങ്ങനെയുള്ളവരെ ഇന്നും നമ്മുടെ ചുറ്റിലും നമ്മൾ കാണാറുണ്ട്. എത്രയോ വലിയ ദുഃഖവും വേദനയുമാണ് പ്രിയമുള്ളവരെ അവർ അനുഭവിക്കുക. ബാഹ്യമായ അന്ധതയല്ലെങ്കിൽ കൂടി ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് പ്രധാനമാണ്. ഫരിസേയർക്കും നിയമജ്ഞർക്കും യഹൂദർക്കുമൊന്നും അത് തിരിച്ചറിയാൻ കഴിയാതെ പോയി. അവർ ന്യായീകരണങ്ങൾക്ക് മേൽ ന്യായീകരണങ്ങൾ നിരത്തി. യേശു ദൈവമാണെന്ന് അംഗീകരിക്കാൻ കൂടി അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ ആ മനുഷ്യൻ തമ്പുരാന്റെ മുൻപിൽ താണു വണങ്ങി അവിടുത്തെ ആരാധിച്ചു. യേശു ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ശരിയായ കാഴ്ച ലഭിക്കും. ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന വ്യക്തികളായി നമ്മൾ മാറും. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, ദൈവം നമുക്കായി, നമ്മുടെ കുടുംബങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പദ്ധതികളൊക്കെ കൂടുതൽ വ്യക്തമായി തിരിച്ചറിയാനും നമുക്ക് പറ്റും. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആ വചനം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഇതാ വാതിലിൽ ഞാൻ മുട്ടുന്നു. എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ ഉള്ളിലേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഭക്ഷണം അത് ഒരു ആഘോഷത്തിൻ്റെ അടയാളമാണല്ലോ, സ്നേഹത്തിൻ്റെ അടയാളമാണല്ലോ. ഇതാ തമ്പുരാൻ്റെ സ്വരം ശ്രവിച്ച് അവന് വേണ്ടി ഹൃദയം തുറക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാം. അങ്ങനെ നമ്മുടെ ജീവിതം ആഘോഷത്തിലേക്ക്, ദൈവവുമൊത്തുള്ള ആഘോഷത്തിലേക്ക് വഴിമാറട്ടെ. ശരിയായ കാഴ്ച നമുക്ക് ലഭ്യമാകട്ടെ. ഹൃദയം നൊന്ത് കരഞ്ഞ് തമ്പുരാനെ ആരാധിക്കുന്ന വ്യക്തികളായി മാറാൻ ദൈവം നമ്മുടെ മേൽ കൃപ ചൊരിയട്ടെ. ആമേൻ.